PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വാക്പോരും പ്രതിപക്ഷത്തിൻ്റെ വോക്കൗട്ടുമാണ് നടന്നത്. വിവാദം PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചപ്പോൾ മാധ്യമ വാർത്തകളല്ലാതെ ക്രമക്കേടുണ്ടായിട്ടില്ലെന്നായിരുന്നു മുഖ്യൻ്റെ മറുപടി. PSC അംഗത്വം സർക്കാർ ലേലത്തിന് വെച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു മുൻപ് കോൺഗ്രസ് പോലീസിന് പരാതി അയച്ചെന്നും ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. പരാതി പണം നൽകി ഒത്തുതീർപ്പാക്കിയതിന് ശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഇന്ന് മാറ്റിപ്പറഞ്ഞെന്ന് VD സതീശൻ ആരോപിച്ചതോടെ അതെല്ലാം കോൺഗ്രസിൻ്റെ പരിപാടിയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്നാണ് മുഖ്യൻ തിരിച്ചടിച്ചത്. PSC അംഗത്വം എന്നത് ഭരണഘടനാപരമായ ചുമതലയാണ്. പാർട്ടി നേതാക്കളുടെ സന്തത സഹചാരികളാണ് ഇതിലെ തെറ്റുകാർ. നേതാക്കളുടെ കൂടെ നടന്ന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നവർ നേതാക്കൾക്ക് നൽകാനാണെന്ന് വിശ്വസിപ്പിച്ച് ആളുകളിൽ നിന്ന് പണം തട്ടുകയാണ്. ആരോപണം ഉയർന്ന നേതാക്കൾ തെറ്റ് ചെയ്തെന്നല്ല പറയുന്നത്, ഇങ്ങനെയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുവെന്ന് പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ മാത്രമല്ല കോഴിക്കോടും കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം. PSC അംഗത്വം ലേലത്തിന് വയ്ക്കുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെ NCPയുടെ AK ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബിജു ആബേൽ ജേക്കബിൻ്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ PSC അംഗത്തെ നിയമിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്ന് പരാമർശിച്ചിരുന്നു. ജനതാദൾ എസിനുള്ള പോസ്റ്റ് 1 വർഷമായി നിയമിക്കാതിരിക്കുകയാണെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പരാതി നൽകി. കൂടുതൽ പണം നൽകുന്നവർക്കാണ് കൊടുക്കുന്നത്. ILനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടായി. സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ അംഗത്വം ലേലത്തിൽ വെച്ചാൽ ഘടകകക്ഷികളും അത് ചെയ്യും. ഇങ്ങനെ പണം വാങ്ങി വന്നവർ PSCയിൽ വന്നാൽ അതിൻ്റെ വിശ്വാസ്യത എന്താകും? നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല ഇത്. ഇത്രയും പരാതി വന്നിട്ടും കേസ് പോലീസിന് നൽകിയില്ല. പരാതി ഫ്രീസറിൽ വെച്ചു. ഇത് ഗൗരവമേറിയ ക്രിമിനൽ കുറ്റമാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തണം. വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തണം. സബ്മിഷനിൽ പ്രതിപക്ഷ നേതാവ് ഇപ്രകാരമാണ് പറഞ്ഞത്. അതേസമയം രാജ്യത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് PSC. ഇതുവരെ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ പ്രകാരം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന PSCയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണെന്നാണ് മുഖ്യൻ്റെ മറുപടി. ഇതിലുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന പേരിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതിന് ബലം ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. വിഷയത്തിൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. തട്ടിപ്പുകാർക്കെതിരെ കടുത്ത നടപടിയെടുക്കും എന്നാണ് മുഖ്യൻ പറയുന്നത്.